ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിത്തിങ് ഹാപ്പിനെസ് ചാനൽ. കപ്പലിൽ ഭൂതമോ? ഈസ് ഇറ്റ് ഡെവിൾ ഇൻ ദ ഷിപ്പ്? ആശ്ചര്യകരമായ സംഭവകഥ ഇന്ന് ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്. വളരെ നാളത്തെ കപ്പൽ ജീവിതത്തിലെ വിശദീകരിക്കാനാവാത്ത ചില സംഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ കുറേ സംഭവ പരമ്പരകളാണ്. എനിവേ, നമുക്ക് തുടങ്ങാം. വിശദീകരിക്കാനാവാത്ത ആശ്ചര്യകരമായ കടൽ ജീവിത സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. സാധാരണ ഒരു ജീവിതമല്ല കടൽ ജീവിതം. കരയിൽ നിന്നകന്ന് വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒരു ഏകാന്ത ജീവിതം. ഉറ്റവരും കൂടെവരും ആരും അടുത്തില്ല. ഏകാന്തമായ തിരമാലകളുടെ അലർച്ചയ്ക്കിടയിൽ, കാറ്റിൻ്റെ നടുവിൽ, അന്തമില്ലാത്ത ചക്രവാളത്തിൻ്റെ നടുവിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് തികച്ചും വിരസമായ ഓർമ്മകളുടെ ഒരു ജീവിതം. അങ്ങനെ ഓരോ ദിവസവും എണ്ണി വെറും ഒരു യാന്ത്രിക ജീവിതം. അതിനിടയിൽ ജീവിതത്തിൽ പലപ്പോഴും മരണത്തെ മുഖാമുഖം നാവികൻ നേരിടുന്നു. അങ്ങനെ നേരിട്ട വിശദീകരിക്കാനാവാത്ത കുറേ സംഭവങ്ങളുടെ പരമ്പര ഇവിടെ തുടങ്ങിയാണ്. നാവികനായ കഥാകാരൻ ഈ സംഭവ പരമ്പരകൾ ഇന്നും വരും തലമുറകൾക്കും ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പിശാച്, ഡെവിൾ എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമില്ല. വിശ്വാസമുള്ള ആളുമല്ല. അന്നുമില്ല, ഇന്നുമില്ല. ദൈവവും പിശാചുമൊക്കെ മനുഷ്യൻ്റെ ഭാവന സൃഷ്ടികളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് പറയാം, ഈശ്വരൻ, ദൈവം അല്ലെങ്കിൽ ഗോഡ് നമ്മുടെ രക്ഷയ്ക്കാണ്, നമ്മളെ നശിപ്പിക്കാനല്ല. അങ്ങനെയേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. 2011 ഈ സംഭവം നടക്കുന്നത്. ബംഗ്ലാദേശിലെ ചിറ്റാഗോങ് തുറമുഖം. ഈ തുറമുഖത്തിൽ ക്രൂ ചേഞ്ചിനു വേണ്ടി, ആളുകൾ മാറുന്നതിനു വേണ്ടി, ജോലിക്കാർ മാറുന്നതിനു വേണ്ടി കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ MD ഋഷികേശാണത്. ക്യാപ്റ്റനും കോ ക്യാപ്റ്റനും ചേഞ്ച് ആകുകയാണ്. സാധാരണയായി നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലിൽ തുറമുഖത്ത് നിന്ന് ചെറിയ ബോട്ടിൽ എത്തിയാണ് ക്രൂ ചേഞ്ച് നടക്കുന്നത്. അല്ലെങ്കിൽ ബർത്തിൽ കപ്പൽ കെട്ടിയിട്ടുണ്ടാവണം. ഇവിടെ ഷിപ്പ് ചിറ്റാഗോങ് ആങ്കറേജിൽ നങ്കൂരമിട്ട് കിടക്കുകയാണ്. അപ്പോൾ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റനും കോ ക്യാപ്റ്റനും ഒരുമിച്ചാണ് എത്തേണ്ടിയിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ക്യാപ്റ്റൻ എത്താൻ കഴിഞ്ഞില്ല. കോ ക്യാപ്റ്റൻ രാവിലെ ചെന്ന് കപ്പലിൽ ജോയിൻ ചെയ്തു. കടൽ വെരി റഫാണ്, പ്രക്ഷുബ്ധമാണ്. കപ്പലിലെ സ്റ്റാഫും ക്യാപ്റ്റനും ക്യാപ്റ്റനെ നോക്കിയിരിക്കുകയാണ്. ക്യാപ്റ്റന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് രാത്രി 9 മണിയോടെ ക്യാപ്റ്റൻ കപ്പലിൽ കയറാനെത്തി. ഒരു വിധത്തിലും സർവീസ് ബോട്ട് കപ്പലിൻ്റെ അടുത്തേക്ക് അടുക്കുവാൻ പറ്റിയില്ല. വളരെ ശ്രമിച്ച് ബോട്ട് കപ്പലിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുവാൻ ബോട്ട് ഡ്രൈവർ ശ്രമിക്കുന്നുണ്ട്. കോ ക്യാപ്റ്റന് ഇത് അടുപ്പിച്ചു കഴിഞ്ഞാൽ ബോട്ട് കപ്പലിലിടിച്ച് തകരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അങ്ങനെ വളരെ നേരത്തെ ശ്രമത്തിന് ശേഷം കപ്പലിൻ്റെ അടുത്ത് സർവീസ് ബോട്ട് അടുപ്പിക്കാൻ
കഴിയാതെ സർവീസ് ബോട്ട് തിരിച്ചുപോയി. അങ്ങനെ അന്നത്തെ ശ്രമം പാഴായി. എന്തായാലും ശ്രമം ഉപേക്ഷിച്ച് മടങ്ങിയ പിറ്റേന്ന് തിരിച്ചു വരുമെന്ന് അറിയാം. കപ്പലിലെ സ്റ്റാഫും ആരും പിറ്റേന്ന് രാവിലെ ഒരു 9 മണിയോടെ വീണ്ടും പുതിയ ക്യാപ്റ്റൻ ബോട്ടിൽ ജോയിൻ ചെയ്യാനെത്തി. എങ്ങനെയെങ്കിലും ക്യാപ്റ്റനെ ഉള്ളിൽ കയറ്റണം എന്ന് സ്റ്റാഫും പുതിയ വൈസ് ക്യാപ്റ്റനും നേതൃത്വത്തിൽ തീരുമാനമെടുത്ത് ട്രയൽ നടത്തി ഗാങ്വേ കയറിപ്പോകുന്ന പടികൾ, കപ്പലിലേക്ക് കയറിപ്പോകുന്ന പടികളിൽ 2 ക്യാപ്റ്റനും വേറൊരു ഏബിൾ സീമാനും ഗാങ്വേയിൽ തൂങ്ങി നിന്ന് എങ്ങനെയെങ്കിലും പാരിക്കോരിയെടുത്ത് ഉള്ളിലെടുക്കാൻ വേണ്ടി തയ്യാറായി നിന്നു. ഒരു കൈ ഗാങ്വേയിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ക്യാപ്റ്റനെ കോരിയെടുക്കാനായിരുന്നു പ്ലാൻ. പഴയതുപോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ഉയർന്നു പൊങ്ങുകയാണ് ബോട്ട്, അടുപ്പിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും റിസ്ക് അസസ്മെൻറ്റും സേഫ്റ്റിയൊക്കെ നോക്കി ഒരു വിധത്തിൽ ക്യാപ്റ്റനെ വാരിയെടുത്ത് കപ്പലിൻ്റെ ഗാങ്വേയിൽ കയറ്റി. പെട്ടെന്ന് തന്നെ കപ്പലിൻ്റെ മുകളിൽ നിന്ന് ഒരലർച്ച കേട്ടു. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ക്യാപ്റ്റൻ കപ്പലിൽ കാല് വെച്ചത് മുകളിൽ നിന്ന് ഒരലർച്ച കേട്ടു. കപ്പലിൻ്റെ ഗാങ്വേയുടെ പടികൾ കയറി മുകളിൽ ചെന്നപ്പോൾ കേട്ടത് കേഡറ്റ്, കപ്പലിലെ ക്യാപ്റ്റൻ ട്രെയിനി, എഞ്ചിൻ റൂമിൽ ബോധം കെട്ട് കിടക്കുന്നു. ശ്വാസമുണ്ട്, മരിച്ചിട്ടില്ല. ഉടനെ തന്നെ കേഡറ്റിനെ അറ്റൻഡ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ ബോധം വന്നു. പ്രശ്നം ഒന്നുമില്ല, ഒരു മോഹലാസ്യം ഉണ്ടായതാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കേഡറ്റ് കരയാൻ തുടങ്ങി. 18 വയസ്സുള്ള ഒരു കൊച്ചുപയ്യൻ, ഒരു കരിയർ ഉണ്ടാക്കാൻ വന്നതാണ്. പുതിയ ക്യാപ്റ്റൻ ഈ വിവരം അറിഞ്ഞപ്പോൾ കേഡറ്റിനെ ഉടനടി സൈൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു. സൈൻ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ് പിരിച്ചുവിടുകയാണ്. കേഡറ്റ് കരച്ചിൽ തുടങ്ങി. ക്യാപ്റ്റൻ്റെ കാലു പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ എന്ന് പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടി കിട്ടിയ പോസ്റ്റാണ്, എൻ്റെ കരിയർ തീരും എന്നും പറഞ്ഞു. എങ്ങനെയൊക്കെയോ ക്യാപ്റ്റനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കേഡറ്റിൻ്റെ സൈൻ ഓഫ് നീട്ടിവെച്ചു. അങ്ങനെ അവന് ഒരു അവസരം കൊടുത്തു. അപ്പോഴേക്കും കപ്പലിൽ പറച്ചിൽ തുടങ്ങി. കപ്പലിൽ ഭൂതമെത്തിയിരിക്കുന്നു. പൊതുവെ അടക്കം പറച്ചിലായി. പക്ഷേ ഈ സംഭവം ഒരു ഭൂതസംഭവ പരമ്പരകളുടെ തുടക്കമായിരുന്നു. ചില ദുരൂഹമായ സാഹചര്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ അറിവ് തുലവും പരിമിതമാണ്. ഇവിടെ 3 കാര്യമാണ് ദുരൂഹമായിട്ടുള്ളത്. ജോയിൻ ചെയ്യാനുള്ള അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ട്, 2 കപ്പലിൽ കാലെടുത്ത് വെച്ചില്ല, കേഡറ്റ് ബോധരഹിതനായി, 3 കേഡറ്റിൻ്റെ പിരിച്ചുവിടലും കരച്ചിലും ആശങ്കയും. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഐ ആം ക്യാപ്റ്റൻ ഷാജി മാത്യു. ഹൈ ഫ്രണ്ട്സ്, വിഷ് യു everybody happy Christmas and prosperous bright new year. Thank you so much. Please subscribe, comment and like. ബാക്കി ഇനി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.